ലൈഫ് പദ്ധതി പ്രകാരവും പുനർഗേഹം പദ്ധതിയിലൂടെയും സംസ്ഥാനത്തൊട്ടാകെയുള്ള ഭൂരഹിതർക്കും ഭവനരഹിതർക്കും സുരക്ഷിത പാർപ്പിടം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. 1250 ഫ്ലാറ്റുകൾ ഈ 362 കൂടാതെ എല്ലാം കൂടി ചേർന്ന് ഇതുൾപ്പെടെ 1200 ഫ്ലാറ്റുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരണ ഘട്ടത്തിലാണ്. ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ ഫ്ലാറ്റുകളും നമുക്ക് താക്കോൽ കൈമാറാൻ പറ്റും. അപ്പോൾ ഗവൺമെൻറ് ലക്ഷ്യത്തിലേക്ക് എത്തുന്നു. മത്സ്യത്തൊഴിലാളിയോട് പറഞ്ഞ കാര്യങ്ങൾ വാക്കുകൾ പാലിക്കാൻ കഴിയുന്നു. തീരദേശ മേഖലയെ സംബന്ധിച്ചും മത്സ്യത്തൊഴിലാളി മേഖലയെ സംബന്ധിച്ചും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. വളരെ സംതൃപ്തിയോടുകൂടി ആ പ്രവർത്തനങ്ങൾ ഞങ്ങളോടൊപ്പം അവരെല്ലാം സഹകരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റേതായ നിലയിലുള്ള പദ്ധതികളും പരിപാടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. നാളെ 4 മണിക്ക് നിങ്ങളെല്ലാവരും മുട്ടത്തറയിലെത്തണം. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു പ്രൊജക്റ്റാണ് നാളെ ഉദ്ഘാടനം ചെയ്യുന്നത്. കൃത്യസമയത്ത് തന്നെ, നിശ്ചിത സമയത്തിന് മുന്നിൽ തന്നെ ഈ പദ്ധതി പൂർത്തീകരിക്കാൻ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ വലിയ മുൻകൈ എടുത്തിട്ടുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഞങ്ങളെല്ലാവരും മുൻകൈ എടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട MLA അതിൻ്റെ ഭാഗമായി നന്നായി ഇതിൽ സഹായിച്ചിട്ടുണ്ട്. ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാർ ആത്മാർത്ഥമായി സഹായിച്ചിട്ടുണ്ട്. നേതൃത്വപരമായ പങ്ക് ഞങ്ങളൊക്കെ നിർവഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് മറ്റ് യാതൊരു തടസ്സവുമില്ല. സാധാരണ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുമെങ്കിലും ഒരു തടസ്സവുമില്ലാതെ വളരെ ഗുണനിലവാരത്തോടുകൂടി ഈ ഫ്ലാറ്റ് സമുച്ചയം പൂർത്തീകരിച്ച് നാളെ ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി കൊടുക്കുന്നത്. ഇപ്പോൾ പല രൂപത്തിൽ ഭവനം നഷ്ടപ്പെട്ട് പല വഴികളിൽ ജീവിക്കുന്ന എല്ലാവരും നാളെ മുതൽ സുരക്ഷിതമായി ഈ ഫ്ലാറ്റ് സമുച്ചയത്തിലേക്ക് എത്താൻ പോകുന്നു എന്ന സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.